നമസ്കാരം. STVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി പങ്കെടുക്കുന്നത് ഇനാജിക് കാങ്കൻ വാട്ടർ ഗ്ലോബൽ കൺസൾട്ടൻറ്റും കോട്ടയ്ക്കൽ സ്വദേശിയുമായ ശ്രീ പ്രേംകുമാർ കോട്ടയ്ക്കലാണ്. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇനാജിക് കാങ്കൻ വാട്ടറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉള്ള ഒരു അവബോധമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ അതിഥി സംസാരം. എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രത്യേക അതിഥി സംസാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം പ്രേമേട്ടൻ. ഇന്ന് STVയുടെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് പ്രേംകുമാർ കോട്ടയ്ക്കൽ പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും അനിവാര്യമായ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു മേഖലയെ ബന്ധപ്പെട്ട് വളരെ ഇൻഫർമേറ്റീവായുള്ള ഒരു സംസാരത്തിലേക്കാണ് ഞാൻ പ്രേമേട്ടനെ ക്ഷണിക്കുന്നത്. ഇനാജിക് കാങ്കൻ വാട്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഗ്ലോബൽ കൺസൾട്ടൻറ്റ് കൂടിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്കറ്റിംഗ് രംഗത്തെ ഒരു വ്യക്തിയാണ്. താങ്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഇൻ്റർവ്യൂവിലൂടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുണ്ട്. സ്വാഗതം ഇന്നത്തെ അതിഥിയിലേക്ക്. നമസ്കാരം. പ്രേമേട്ടൻ, ഇപ്പോൾ നമ്മൾ കുടിക്കുന്നതെല്ലാം കുടിവെള്ളമല്ല. മലയാളി ഒരുപക്ഷെ കുടിവെള്ളം മലയാളിക്ക് സമ്മാനിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ജീവനെ വരെ. കുടിവെള്ളം ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കുടിവെള്ളത്തിന് ഒരു ശാസ്ത്രീയമായ ഒരു പരിഹാരം, ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. അത് ജനങ്ങൾക്ക് അറിയുന്നവരുണ്ട്, അത് അന്വേഷിച്ച് വരുന്നവരുണ്ട്. കാങ്കൻ വാട്ടർ അല്ലേ? അപ്പോൾ ഈ കാങ്കൻ വാട്ടർ, അതിൻ്റെ ഒരു ശാസ്ത്രീയത, അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്, അവരുടെ ആരോഗ്യം, ഇതിനെക്കുറിച്ച് ഒരു ഗ്ലോബൽ കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാണ്ട് എന്താണ് ആ കമ്പനിയെക്കുറിച്ച്, അത് സമ്മാനിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ വളരെ സന്തോഷം. ഓക്കെ, ഒരിക്കൽ കൂടി നമസ്കാരം. ഈ ഒരു അവസരം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളുടെ പ്രവർത്തന മേഖല എന്താണെന്ന് ആധികാരികമായിട്ട് പറയാനും ഒരു അവസരം തന്നതിന് നമ്മൾ STVക്ക് ആദ്യം നമ്മളൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതായത് ജനങ്ങൾക്ക് ഏത് കാലത്ത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് പകരുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. സത്യത്തിൽ ഇപ്പോൾ താങ്കൾ ചോദിച്ചത് എനാജിക് കാങ്കൻ വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം ജനങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കുന്നു, ഞാനതിൻ്റെ ഒരു ഹിസ്റ്ററി ആദ്യം പറയാം. അതായത് വളരെ നല്ല ഒരു നമുക്ക് പറയില്ല, ഒരു പ്രൊഫൈൽ ബാക്ക് ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക്. ഇതൊരു ജാപ്പനീസ് കമ്പനിയാണ്. ജാപ്പനീസ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജപ്പാൻ്റെ നിർമ്മാണ മേഖലകളിൽ അവരുടെ ഡെഡിക്കേഷൻ, അതായത് മോസ്റ്റ് ഓഫ് നമുക്കറിയാം ലോകത്ത് ഏറ്റവും പല കാര്യങ്ങളിലും പ്രാവീണ്യം നേടിയ രാജ്യമാണ് ജപ്പാൻ. ആ ജപ്പാൻ നമ്മളിപ്പോഴും പറയാറ്, ജപ്പാൻ ഒരു ഉൽപ്പന്നം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയെ കോംപ്രമൈസ് ഇല്ലാത്ത രൂപത്തിലാണ് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ബട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1974 ജപ്പാനിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് തന്നെ ഒക്കിനാവ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മനുഷ്യായുസ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ദ്വീപാണ് ഒക്കിനാവ. ഒക്കിനാവയിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1974 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ടോട്ടൽ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 100-ലധികം രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയിൽ 2016 ഇത് ലഭ്യമാവൽ തുടങ്ങിയത്. 2019 മുതൽ ഞാൻ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഈ കമ്പനിക്ക് ഒരു പ്രത്യേക രീതി പ്രൊമോഷൻ എന്ന് പറയുന്നതല്ല, ഒരു ഉപഭോക്താവുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അവരുടെ ഒരു വിതരണ ശൃംഖലയിൽ ആളാകാൻ പോലുമുള്ള ഇത്. പക്ഷേ അതിലൊക്കെ അപ്പുറം ഇതൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എക്വിപ്മെൻ്റ് ആണ്. ഇപ്പോൾ പലരും ഇത് മെഡിക്കൽ ഡിവൈസ് ആണോ എന്ന് ചോദിക്കാം. പക്ഷേ മെഡിക്കൽ ഡിവൈസ് അല്ലത്. മെഡിക്കൽ ഡിവൈസ് ആണ് നമുക്കറിയാം, ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന മെഷീനറീസിനാണ് മെഡിക്കൽ ഡിവൈസ് എന്ന് പറയാം. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു ISO 13485 എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അപ്രൂവൽ ഉൾപ്പെടുന്ന ഒരു അംഗീകാരം കിട്ടിയതാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ ജർമ്മനി, നോർവേ, ജപ്പാൻ, കാനഡ, US പോലത്തെ രാജ്യങ്ങളൊക്കെ ഒത്തിരി അംഗീകാരങ്ങൾ കൊടുത്തൊരു ഡിവൈസാണിത്. മോർ ഓവർ ഇത് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന അനാരോഗ്യപരമായ ഒത്തിരി കാരണങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കൊരു പരിധിക്കപ്പുറം ഈ ഒരു ഡിവൈസിലൂടെ വരുന്ന വെള്ളം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറ്, ഇപ്പോൾ താങ്കളുടെ ഒരു സെഷൻ ടൈം അത്ര 30 മിനിറ്റ്സ് എന്തോ പറഞ്ഞു. പക്ഷെ ഇത് 3 മണിക്കൂറിൽ പറഞ്ഞാലും തീരാത്ത ഒരു വലിയൊരു അധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല അത് കാണേണ്ടതും പറയേണ്ടതും. നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന, ഇന്നിപ്പോൾ നമ്മൾ ഫേസ് ചെയ്തും ഇനി തുടർന്ന് ഫേസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ലോകം മുഴുവനും ഒരു പരിഹാരം, ഉത്തമ പരിഹാരം ഇതിനകത്ത് പറയുന്നത് ജപ്പാൻ
ഈ കമ്പനിക്ക് ബ്രാൻഡ് നെയിം ഇട്ടത് പോലും കാങ്കൺ എന്നാണ്. കാങ്കൺ മീൻ റിട്ടേൺ ടു ഒറിജിൻ, പഴമയിലേക്ക് തിരിച്ചു പോവുക എന്ന അർത്ഥം വരുന്ന ഒരു ജാപ്പാനീസ് നെയിമാണ് ഈ വെള്ളത്തിന് അവരിട്ട പേര്. അതിൽ തന്നെ അതിൻ്റെ എല്ലാതും നമ്മൾ അർത്ഥവത്തായിട്ടുള്ള വേർഡാണ് അതിനകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ബാക്ക് ടു നേച്ചർ ഓർ റിട്ടേൺ ടു ഒറിജിൻ എന്ന അർത്ഥം വരുന്ന ഒരു ബ്രാൻഡ് നെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ഇതിനെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. ഓക്കെ, ദെൻ അടുത്ത ജനങ്ങളുടെ കുറേ കൺഫ്യൂഷനിൽ ഇത് എത്രത്തോളം മനുഷ്യനെ ആരോഗ്യപരമായ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാലോ, അതായത് ഏതൊരു ഉൽപ്പന്നം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് കിട്ടണം, നമുക്ക് റിസൾട്ട് ഫീൽ ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കറിയാം കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അനാരോഗ്യത ചർച്ച ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അത് എന്ത് റിസൾട്ട് നമുക്ക് തരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ പ്രോഡക്റ്റുകൾ ഹെൽത്ത് ഡ്രിങ്കുകളായിട്ടും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ഫീല് തരുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഡിവൈസിലൂടെ നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മളെ ശരീരത്തിൻ്റെ പരിപൂർണമായ പ്രവർത്തനത്തിന് സഹായകരമാകുമെന്നുള്ളത് ഞാനൊരു ഗ്ലോബൽ കൺസൾട്ടൻ്റ് എന്നുള്ളതിലുപരി ഇതിനകത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തിരി എൻഡോസ്മെൻറ്റ്സും പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ വാട്ടർ ക്വാളിറ്റി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് അംഗീകാരം കിട്ടിയ ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഡിവൈസാണ് ഈ കാങ്കൺ വാട്ടർ. ഇതിന് രണ്ടാമത് വരുന്നത് നമ്മളെ ജർമ്മനി. നമുക്കറിയാം ജർമ്മനിയൊക്കെ ശരിക്കും മെഡിക്കൽ മേഖലയിലൊക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു രാജ്യമാണ്. ജർമ്മനിയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉൾപ്പെടെ അതേപോലെ തന്നെ അവരുടെ ഒരു ഏറ്റവും സേഫസ്റ്റ് ഡിവൈസാണെന്ന് പറയുന്നത് 1872 രൂപീകൃതമായിട്ടുള്ള TV റീൻലാൻഡ് എന്ന് പറയുന്ന ഓട്ടോണമസ് ബോഡിയുടെ അംഗീകാരം കിട്ടിയതാണ്. പിന്നെ ലോകത്തെ ഏറ്റവും മനുഷ്യായുസുള്ള രാജ്യമായ ജപ്പാൻ്റെ ജാപ്പ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഓർഗനൈസേഷൻ ആ ജാപ്പയുടെ അംഗീകാരം കിട്ടിയൊരു ഡിവൈസാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഒത്തിരി JAB ജപ്പാൻ അക്രഡിറ്റേഷൻ ബോർഡ്, IAF ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം, അതേപോലെ അമേരിക്കയുടെ ANSI അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോർഡ് ഒരു ഹൈ ക്വാളിറ്റി അപ്രൂവൽ കൊടുത്ത ഡിവൈസാണ്. അങ്ങനെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ഞാനൊരു പേഴ്സണൽ യൂസറും കൂടിയാണ്. അവിടെയാണല്ലോ നമുക്ക് ഇത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. അതെ, ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ നേരെ മറിച്ച് നമുക്കറിയാം, ഞാനൊരു ബ്രാൻഡ് അംബാസഡർ അല്ല, ഞാനൊരു ഗ്ലോബൽ കൺസൾട്ടൻ്റ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യല്ല, ഞാൻ ഉപയോഗിക്കാത്തൊരു ഉൽപ്പന്നമല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ ഓരോരോ ആളുകളുടെയും ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് നമ്മളിപ്പോഴും പറയാം പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അപ്പോൾ അതെ, നമ്മൾ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് പലതും പറയാറുണ്ട്, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ സത്യത്തിൽ വാട്ട് ഈസ് എക്സാക്ട് ദ ഹെൽത്ത്, യഥാർത്ഥത്തിൽ ആരോഗ്യം എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. സോ യഥാർത്ഥ ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതായത് ശരിക്കും നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ട കുറച്ച് മൊറാലിറ്റി ഉണ്ട്. ഭക്ഷണ ക്രമീകരണം, ഭക്ഷണം നിയന്ത്രിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ പ്രൈം ദ നീഡ് ദ വാട്ടർ, വെള്ളമാണ് ആത്യന്തികം. നമുക്കറിയാം 18-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളുടെ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന ആൻ്റണി ലോറൻസ് ഡെ ലവോയിസറാണ് ഒരു മനുഷ്യ ശരീരത്തിൽ 2/3 ഭാഗം വെള്ളമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതി പോലെ തന്നെ അതെ, താങ്കൾ പറഞ്ഞ പ്രകാരം ഭൂമിയിൽ പോലും 2/3 ഭാഗം വെള്ളമാണെങ്കിൽ അതിനെ സന്തുലനം ചെയ്തിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ വെള്ളം. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു വർഷക്കാലത്താണോ ഒരു വേനൽക്കാലത്താണോ ഭൂമിയുടെ ആരോഗ്യം സൗന്ദര്യം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്കറിയാൻ പറ്റും വർഷക്കാലത്താണ്. കാരണം പ്രസൻസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ സാന്നിധ്യമാണ് നമ്മളുടെ ഭൂമിക്ക് സൗന്ദര്യം ആരോഗ്യം കൊടുക്കുന്നെങ്കിൽ ഈക്വൽ ടു മീ, എനിക്കും എൻ്റെ ശരീരത്തിനെ ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും നിലനിർത്തണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ തോതും ആ വെള്ളത്തിൻ്റെ ഗുണനിലവാരവും ഞാൻ ഉറപ്പുവരുത്തണം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഡിവൈസ് ഒരു ശരിക്കും നമ്മളിപ്പോഴും പറയാറ് ഒരു നമ്മൾ പറയില്ലേ, ഒരു ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമേന്മയായിരിക്കണം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം ആപ്റ്റാണ്. ഓരോരോ വീട്ടിലും ആവശ്യമാണ്. എല്ലാ സ്ഥാപനങ്ങളുടെ നമ്മൾ ജോലിക്കാർ എപ്പോഴും പറയാം, ഹോസ്പിറ്റലിൽ നമ്മളെ ജോലിക്കാരുടെ ആരോഗ്യമാണ് നമ്മളുടെ ആയുസ്, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ സൈസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജോലിക്കാരുടെ ആരോഗ്യം നമ്മളെ കൺസിഡറേഷൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പിന്നെ സ്ഥാപനങ്ങളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഹോട്ടൽസിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ, ക്ലിനിക്കുകളിലൊക്കെ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് ഇതെന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഇന്നിപ്പോൾ ലോകം മുഴുവൻ മൂവ് ചെയ്യുന്നത് ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ജലശുദ്ധീകരണം.
അപ്പോൾ നമുക്കറിയാം പ്യുവർ വാട്ടർ ഡസ് നോട്ട് മീൻ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. ശുദ്ധീകരിച്ച ജലം ആരോഗ്യദായകമാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇന്നത്തെ വെള്ളം ശുദ്ധീകരണം പോലും ഇല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ശുദ്ധീകരിച്ച വെള്ളത്തിനെ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഹെൽത്തിയർ ആക്കാൻ പറ്റും എന്നുള്ളത് ഒരു പരിധി വരെ അത് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ഈ ഒരു ഡിവൈസിലൂടെ വരുന്ന വെള്ളത്തിന് ശരിക്കൊരു നമ്മളൊരു മെഡിക്കൽ, അത് ശരി തെറാപ്യൂട്ടിക് വാട്ടർ, അത് ഔഷധ ഗുണങ്ങൾ, ചികിത്സാർത്ഥം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെള്ളമായിട്ടാണ് ഇന്റർനാഷണലി ഇത് ആളുകൾ യൂസ് ചെയ്യുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഈ ഡിവൈസിലൂടെ കടത്തിവിട്ട് പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് ഒരു ഡിവൈസിൻ്റെ മുകളിൽ നിന്നും നമുക്ക് വിവിധങ്ങളായ വെള്ളം കിട്ടും. 50 പരം. യെസ്, 50 പരം നമ്മളെ പേഴ്സണൽ പിന്നെ ഹോം യൂസുകൾക്കായിട്ട് 50 പരം യൂസിന്, ഈവൻ ഇന്ന് നമ്മൾ ഒരൊട്ടുമേ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഫസ്റ്റ് വാഷ് ചെയ്യാൻ പറ്റുന്ന ഏത് പിന്നെ നമ്മൾ പറയുക റോ ഫുഡും നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്യാൻ വെള്ളം കിട്ടും. പിന്നെ നമുക്കറിയാം, ഞാൻ എപ്പോഴും ഈവൻ്റെ ഓഡിയൻസിനോട് ചോദിക്കാറുണ്ട്, നമ്മൾ സത്യത്തിൽ ഹാൻഡ് ഹൈജീൻ ആവാൻ ശീലിച്ചതെന്നാണ്. കൈ ശുദ്ധീകരിച്ചു കൊണ്ട് ഒരാൾക്ക് ഷേക്കൻഡ് കൊടുക്കണമെന്ന് ശീലിച്ചതെന്നാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ പ്രസൻസിൽ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് പോലത്തെ നമ്മളുടെ ഡിസിൻഫെക്ഷൻ പ്രോഡക്റ്റുകളൊക്കെ ഹൈലി കെമിക്കലാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് 1% പോലും കെമിക്കൽ കൊണ്ട് യൂസ് ചെയ്യാത്ത ഡിസിൻഫെക്ഷൻ വാട്ടർ ഉൾപ്പെടെ, ദാറ്റ് മീൻ നമുക്ക് ഏത് പ്രസൻസ് ഓഫ് ബാക്ടീരിയയുടെ പ്രസൻസിന് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ഉൾപ്പെടെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളുടെ റോ ഫുഡ് എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം, നമ്മൾ വാങ്ങുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഈവൻ ഗ്രൈൻസ്, ഫിഷ്, എന്തായിക്കോട്ടെ, നമ്മളൊരു ഭയത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ അതിനെ മുഴുവനും നമുക്ക് ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് ഒരു 99.99% സേഫായിട്ട് നമുക്ക് മക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സൗന്ദര്യം എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ബ്യൂട്ടി വാട്ടർ ഔട്ട്പുട്ട് കിട്ടും. മോർ ഓവർ നമ്മളെ ഹെൽത്തി ആയിട്ട് നമ്മൾ അതായത് ഒരു ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ്, പരമാവധി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു വാട്ടർ ഫോമിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടുന്നത്. ആ വെള്ളം 3 പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് എൻഷുർ ചെയ്യുന്നത്. ഒന്ന്, വെള്ളത്തിൻ്റെ മോളിക്കുലർ ക്ലസ്റ്റർ വളരെ ചെറുതായിട്ട്, മൈക്രോ ക്ലസ്റ്റർ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. അത് ഓൾറെഡി ഒരു 11 വർഷത്തോടൊരു പഠന നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു എൻഡോസ്മെന്റ് വരെ, അതായത് നോബൽ ലോറിയേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം പോലും ഇതിനെ സ്വാധീകരിക്കുന്നുണ്ട്. ഈ ഡിവൈസിന്റെ മുകളിൽ നോബൽ പ്രൈസ് നടന്നു എന്നല്ല പറയുന്നത്, ഇവരുടെ ഔട്ട്പുട്ടിനെ പോലും നമുക്ക് ഇത്തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജോൺ ഹോപ്പിൻസ് സർവകലാശാലയിൽ ഒരു കെമിസ്ട്രി പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ പീറ്റർ ആഗ്രേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ 11 വർഷത്തെ ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതാണ് ഇതിനകത്ത് ആദ്യത്തെ കാര്യം. നമ്മൾ കഴിക്കുന്ന വെള്ളം, അതായത് ഇപ്പോഴും നമ്മൾ എത്ര കഴിച്ചു എന്നുള്ളതല്ല, നമ്മളെ ശരീരത്തിലേക്ക്, നമ്മളെ ശരീരത്തിൻ്റെ 2 ഭാഗം വെള്ളമാണ് വിന്യസിക്കേണ്ടതെങ്കിൽ നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന് അത് എത്രത്തോളം നിറവേറ്റാൻ സാധിക്കുന്നു എന്നുള്ളത് സംശയം. ആ സംശയമാണ് നമ്മളെ ശരീരത്തിലെ പ്രഷ്യസ് ഓർഗാനിക ചാലഞ്ച് ചെയ്യുന്ന ഒരു കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന് രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒരു ഗുണം വരുന്നത്, നമുക്കെന്നറിയാം നമ്മളെ ശരീരം ഒരു ആൽക്കലിൻ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ ഒരു ബുക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ജി, അതിൻ്റെ പേര് ആൽക്കലൈസ് ഓർ ഡൈ എന്നാണ്. നിങ്ങളുടെ ശരീരത്തിനെ ആൽക്കലൈസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ, തീരുമാനമെടുത്തില്ലെങ്കിൽ മരണം വരിക്കാൻ തീരുമാനമെടുത്തോളൂ എന്ന് പറയുന്ന ഒരു ബുക്ക് വരെ അമേരിക്കയിൽ നിന്ന് ഇറങ്ങി. യെസ്, തീർച്ചയായിട്ടും നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനും ഇത്തരം അനാരോഗ്യത്തെ കുറിച്ച് മാത്രമാണ്. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അതായത് മൈ ഹെൽത്ത് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ആരോഗ്യം എൻ്റെ വൈഫിൻ്റെ പോലും ഉത്തരവാദിത്തമല്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ, എൻ്റെ ആരോഗ്യത്തെ കൺസിഡർ ചെയ്ത് ഞാനാണെങ്കിൽ ബെയർ മിനിമം എൻ്റെ ഫാമിലിയുടെ ആരോഗ്യത്തിനെ കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് പ്രോപ്പർട്ടി ആൽക്കലൈസേഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആസിഡ് എൻവയോൺമെൻറ്റിനെ, അത് ഒരു നമ്മൾ പറയാം അമ്ലാഹാരം ക്ഷാരാഹാരം കൊണ്ട് കിട്ടുന്നു. ആ ഒരു അമ്ല അവസ്ഥയിൽ നിന്നും ക്ഷാര അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന്, ഈവൻ നമ്മളെ ബ്ലഡ് പോലും ഒരു സ്ലൈറ്റ്ലി ആൽക്കലൈനാണ്. അതൊരു മേജർ ഇഷ്യൂ ആണ്. കാരണം 7.365 to 7.465 ആണ് നമ്മളുടെ ബ്ലഡിൻ്റെ pH എങ്കിൽ ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യൽ ഒരു നിർബന്ധമായ അവസ്ഥ മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇവർ പറയുന്നത്, നമ്മളെ ശരീരത്തിന് കൃത്യമായിട്ട് ഒരു സ്റ്റേ ഓൺ ആൽക്കലൈൻ എന്ന് പറയുന്ന കണ്ടീഷൻ നിലനിർത്താൻ, അതും എങ്ങനെ, ഒരു വിധത്തിലുള്ള കെമിക്കൽ ഓൾട്രേഷനും അല്ല, നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനകത്ത്
അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ കോമ്പണൻസിനെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ബയോ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരവസ്ഥ. ഒരു ആനോഡ് കാത്തോഡ് ടെക്നിക്കൽ, നമ്മൾ ചെറിയ സ്പേസിൽ പറഞ്ഞാൽ തീരില്ല, ഒരു ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ആനോഡ് കാത്തോഡ്, അതായത് ആ ഒരു കണ്ടീഷനിൽ ഈ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു സോഴ്സ്, ഒരു സ്ട്രീം വാട്ടറിനെ അൾട്ടിമേറ്റ്ലി 2 വെള്ളമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു ഓസിലൂടെ നമുക്ക് ആൽക്കലൈൻ വാട്ടറും കിട്ടും, ഒരു ഓസിലൂടെ ആസിഡ് വാട്ടറും കിട്ടും. സോ നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ട് ആൽക്കലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ബൈ നേച്ചർ, പ്രകൃതിദത്തമായിട്ട് സാധ്യമാക്കുന്നതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ മേജർ ഇഷ്യൂ, ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭയക്കുന്നൊരു അസുഖമാണ് ക്യാൻസർ എങ്കിൽ അതിന് കാരണങ്ങളായിട്ട് ഒത്തിരി കാരണങ്ങൾ സയൻസ്, മോഡേൺ മെഡിസിനും അല്ലെങ്കിൽ മോഡേൺ സയൻസും പറയുന്നുണ്ടെങ്കിൽ ബേസിക് ഇഷ്യൂസ് പറയുന്നത് 1923 ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഫിസിയോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഓട്ടോ എൻറിച്ച് വാർബർഗ് എന്നാണ്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡോക്ടർ ഓട്ടോ എൻറിച്ച് വാർബർഗിൻ്റെ ഒരു സ്റ്റഡി പോലും പറയുന്നത് റൂട്ട് കോസ് ഓഫ് ക്യാൻസർ, ക്യാൻസറിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയും പുക വലിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക മദ്യപാനം, ഇതെല്ലാം ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്, എല്ലാം നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന ആ ബേസിക് യൂണിറ്റിലെ ചില ആ ബേസിക് യൂണിറ്റ് മാലിഗ്നൻ്റ് ആവുന്നതാണ് നമുക്ക് ക്യാൻസർ വരാനുള്ള അടിസ്ഥാന കാരണം എന്നുള്ള അദ്ദേഹം പറയുന്നത് ദ റൂട്ട് കോസ് ഓഫ് ക്യാൻസർ. അതിനകത്തൊരു ക്ലോസ് വരുന്നത് ഓൾ ഫോംസ് ഓഫ് ക്യാൻസർ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ 2 ബേസിക് കണ്ടീഷൻ. എല്ലാ ക്യാൻസറിനെയും 2 അടിസ്ഥാനപരമായ കാരണമുള്ളൂ. നമ്മളെ ബേസിക് യൂണിറ്റ് കോശത്തെ സജീവമായിട്ട് നിലനിർത്തുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ധാരാളം ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന കോമൺ ഭക്ഷണ പദാർത്ഥങ്ങളെ വിളിക്കുന്ന ഒരു ശാസ്ത്രീയ നാമമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ്. വെരി സിമ്പിൾ. എത്തരം ഭക്ഷണപാനീയങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിലേക്കുള്ള ഇലക്ട്രോൺസിനെ സുതാര്യമായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഭക്ഷണ പദാർത്ഥങ്ങളെ കോമൺലി വിളിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ്. എങ്കിൽ ഈ കങ്കൺ വാട്ടർ എന്ന് ലോകത്തറിയപ്പെടുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി ദാറ്റ് വി കോൾ ദ ആൻറ്റി ഓക്സിഡൻറ്റ് വാട്ടർ. അതായത് ധാരാളം ഇലക്ട്രോൺസിനെ വഹിച്ചുകൊണ്ടുള്ള, അതും ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ കുറേ വിശദമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു നോർമൽ വാട്ടറിനെ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് വാട്ടറിനെ ഈ ഡിവൈസ് വഴി കടത്തി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ ഡിവൈസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു വാട്ടറിൻ്റെ 3 പ്രൈം പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് വൺ ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻറ്റി ഓക്സിഡൻറ്റ് മീൻസ് ഇറ്റ് വിൽ ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസിന് ധാരാളമായിട്ട് സപ്പോർട്ട് ചെയ്യും. 2 ദ നാച്ചുറൽ ആൽക്കലൈസേഷൻ, പ്രകൃതിദത്തമായിട്ട് നമ്മളെ ബോഡീനെ ഒരു ആൽക്കലൈൻ കണ്ടീഷനിൽ നിലനിർത്താൻ പറ്റും. ദെൻ 3rd പ്രോപ്പർട്ടി മൈക്രോ ക്ലസ്റ്റർ. മാക്രോ ക്ലസ്റ്റർ വെള്ളത്തിനെ നമ്മളെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഗണ്യമായി കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളതും അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 3ാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഇത്രയും ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് അതെ പ്രേമേട്ടൻ പറഞ്ഞത്. അതെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ ഇത്ര അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഒരു ഇതാണ് പലരും പാലിക്കുന്നില്ല. കിട്ടുന്ന വെള്ളം കുടിക്കുന്നു അല്ലേ, അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കുടിക്കുന്ന വെള്ളം പറയുമ്പോൾ ഈ കോളി, അതുപോലെ തന്നെ പല കീടനാശിനികളുടെ ഉപയോഗം, വെള്ളത്തിൻ്റെ, പിന്നെ അതുപോലെ പഴയ നഗര കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ്. അടുത്തടുത്ത് വീടുകൾ, സെപ്റ്റിക് ടാങ്കിൻ്റെ ഉൾപ്പെടെ. അപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് അത്രയും മലിനീകരിക്കപ്പെട്ട വലിയൊരവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ കേരളത്തെ പോലെ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്ന സംസ്ഥാനം തീർച്ചയായിട്ടും ഈ വെള്ളത്തെ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്യേണ്ടതല്ലേ? എത്രത്തോളം ആ സപ്പോർട്ട് കേരളം തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു നമ്മുടെ കമ്പനീനെ, ഈ ഒരു സേവനത്തെ, ഈ ഒരു ശാസ്ത്ര സത്യത്തെ? ഓക്കെ, ആർക്ക് ചോദിച്ച് വലിയൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ അറിവ്, ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഒരു അറിവ് പകരാനാണ്. മീൻസ് ഞാനിതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ അല്ല, ഞാനിതിൻ്റെ ഒരു യൂസറാണ്. ആ യൂസർ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അത് ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈക്കോളി കോളിഫാം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ വെള്ളം ശുദ്ധീകരണ മേഖല വളരെ സജീവമാണ് കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ. വെള്ളം വളരെ വളരെ ടോപ്പിക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ എത്രത്തോളം അത് സേഫ് ആണെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു കോമൺ വാട്ടറിനെ 3 ഇമ്പ്യൂരിറ്റിയാണ് ഞാൻ മീൻസ് കോമൺലി പറയാനുള്ളത്. ഫസ്റ്റ് ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റി. ഈ ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റിൻ്റെ കാറ്റഗറിയിൽ എന്തെല്ലാം വരുന്നത്? ഈ കോളി വരുന്നത്, കോളിഫാം വരുന്നത്, ഇത്തരം ബാക്ടീരിയാസ് ഒക്കെ വരുന്നത്. ദെൻ രണ്ടാമത് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്. ഫിസിക്കൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ചളി, അതുപോലെ എന്താ പറയുക പൊടികൾ, അതെല്ലാം വേണമെങ്കിൽ ഫിസിക്കൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയാം. പിന്നെ വരുന്നത് കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്. ഈ 3 ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നിർബന്ധമായിട്ടും നല്ല സ്റ്റാൻഡേർഡ്
ഉപയോഗിക്കാനായിട്ടുള്ള വാട്ടർ ഫിൽട്രേഷൻ നിർബന്ധമാണ്. ഇതിൽ പ്രേമേട്ടൻ പറഞ്ഞ 2 ഘടകം. ഇപ്പോൾ കോളിഫോം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ ഉൾപ്പെടെ, പമ്പ നദി ഉൾപ്പെടെ, ആലുവ, പെരിയാർ എല്ലാം കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായ അളവിലാണ്. പിന്നെ ആലുവ തന്നെ, ആലുവ, കളമശ്ശേരി ഒക്കെ പൊല്യൂഷൻ, കൊച്ചി അതെല്ലാം മലിനീകരിക്കപ്പെട്ട വെള്ളമാണ്. വ്യവസായശാലകളുടെ ആധിക്യം, അത് ശാസ്ത്രീയമായ രീതിയിലല്ല അവിടുത്തെ വെള്ളം ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചി പോലെ, തിരുവനന്തപുരം പോലെ, കോഴിക്കോട് പോലെ നഗരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഭീഷണിയാണ് നേരിടുന്നത്. അവിടെയാണ് ഇപ്പോൾ പ്രേമേട്ടൻ പറഞ്ഞു വരുന്ന ഈ ഒരു സയൻറ്റിഫിക്കായുള്ള അവിടെ എന്താ റിസർച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രൈമറി വാട്ടറിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ടർ ഫിൽട്രേഷൻ മേഖല സജീവമാണ്. ആ വാട്ടർ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിവൈസ് ഒരിക്കലും അത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ഡിവൈസ് മീൻസ് ഈ ഒരു ജപ്പാനീസ് ഡിവൈസ് ചെയ്യുന്നത് ഈ പ്രൈമറി ഫിൽട്രേഷൻ എന്ന് പറയുന്ന നീഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒന്നും വേണ്ട, ചെറിയൊരു ഉദാഹരണം, ഏതോ ഒരു ഡൊമസ്റ്റിക് യൂസ് വാട്ടറിൽ ഈക്വളി കോളിഫോം ബാക്ടീരിയ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല അവിടെ കുറച്ച് നമുക്ക് കെമിക്കൽ പ്രസൻസ് ഉണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യും. ഇനി അതുമല്ല, അവിടെ കുറച്ച് അയണിൻ്റെ പ്രസൻസ് ഉണ്ട്, ഒരു ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് ഉണ്ട്, അതിന് നമ്മൾ എന്താണ് അഡ്വൈസ്. ഇതിന് ശേഷം കിട്ടുന്ന ഒരു സോഴ്സ് വാട്ടർ ഉണ്ട്. കുഴൽക്കിണറിന്റെ വെള്ളം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അയൺ കണ്ടന്റിന്റെ അളവ്, അയൺ കണ്ടന്റിന്റെ അളവ്, ഹെവി മെറ്റൽസിന്റെ അളവ്, അതെല്ലാം നമുക്ക് ശരീരത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഓർഗാൻ കിഡ്നിയെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പോഴും ഒരു ആർക്കെ പറഞ്ഞ പ്രകാരം ഒരു സജീവമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ജലശുദ്ധീകരണമായിട്ട് ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് സത്യമാണ്. കാരണം കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു സാക്ഷരത കേരളത്തിലില്ല. യെസ്, അതായത് ശരിക്കും ലിറ്ററസി എന്ന് പറയുന്ന സാധനം അത് 100% നമ്മളെ സംബന്ധിച്ച് ബേസിക് നീഡാണ് വാട്ടർ. എപ്പോഴും ഞാൻ പറയാറെന്താ അറിയോ, ഇപ്പം തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, പൊളിറ്റിക്സ് അല്ല പറയുന്നത്, അമേരിക്ക ഭരിക്കുന്ന ആരാണ്? ബൈഡനാണ്. കഴിഞ്ഞ ടേം ആരാ ഭരിച്ചത്? ട്രംപാണ്, അല്ലേ? അപ്പം ട്രംപിന് ഭരിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല ബൈഡൻ ഭരിക്കുന്നത്, മെജോറിറ്റി. കേരളം ഭരിക്കുന്ന ആരാണ്? നമുക്കറിയാലോ, UDF, LDF. ഈ തവണ എന്താണ് LDF ഭരിക്കാൻ കാരണം? UDF ഭരണശേഷി ഇല്ലാഞ്ഞിട്ടല്ല, കാരണം മെജോറിറ്റി. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആരാണ്? UPA ഗവൺമെൻറ് ഭരിച്ച കാലം ഉണ്ടായിരുന്നു, പിന്നെ NDA പ്രതിപക്ഷമായിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ NDA ഭരിക്കുന്നത്, പൊളിറ്റിക്സ് അല്ല പറയുന്നത്, അവിടെയും NDA ഭരിക്കുന്നത് ഭൂരിപക്ഷമാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിനാണ് ഭരണശേഷി ഉള്ളുവെങ്കിൽ നമ്മളെ ശരീരത്തിലെ ഭൂരിപക്ഷം എന്താണ്? വെള്ളമാണ്. ഈ വെള്ളത്തിന് മാത്രമേ നമ്മളെ ഭരിക്കണം. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി ഭരിച്ച് നിലനിർത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ വെള്ളത്തിന്റെ 3/2 ഭൂരിപക്ഷം നമ്മൾ വെള്ളത്തിന് കൊടുക്കണം. അതായത് പ്രയോറിറ്റി ദ വാട്ടർ. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പ്രയോറിറ്റി, അല്ലെങ്കിൽ മെജോറിറ്റിക്കാണെങ്കിൽ നമ്മൾ വാട്ടറിനെ കൺസിഡർ ചെയ്യും. ആ കൺസിഡറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്രമൈസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരു ചർച്ചയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറെന്താ അറിയോ, നമ്മൾ ഒത്തിരി പൈസ ആവശ്യമില്ലാതെ ചിലവാക്കുന്നുണ്ട്. ഈ ആവശ്യത്തിന് ചിലവാക്കുന്നതും അനാവശ്യമായിട്ട് ചിലവാക്കുന്നതും വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരാവശ്യമല്ല, ഇതൊരാവശ്യമല്ല. പക്ഷേ ഇതൊരു അനാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അനാവശ്യമില്ല എന്ന് അവർക്കറിയാം. പക്ഷേ എന്തില്ല കൺസിഡറേഷൻ ഇല്ല. എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ പ്രയോറിറ്റൈസിങ് ഇതിൽ വന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്താ സംഭവിച്ചാൽ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. ക്ലിയർ ആയോ? ഇതാണ് ഈ ഒരു ഡിവൈസിൻ്റെ നമ്മളുടെ എങ്ങനെ നമ്മൾ ഈ ഒരു ഡിവൈസ് ഞാൻ എപ്പോഴും പറയാറ്, പൈസ കൊണ്ട് ഒരിക്കലും ഈ ഡിവൈസ് മേടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ചിന്ത കൊണ്ട് മാത്രമാണ് ഈ ഡിവൈസ് നമ്മളെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ നേരത്തെ ആർക്കെ ചോദിച്ച പ്രകാരം നമ്മളുടെ കേരളത്തിൽ വെള്ളത്തിൻ്റെ കേരളം മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ കുറച്ചും കൂടിയൊക്കെ നമുക്കറിയാം, ഈക്വളി കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഒഴിവാക്കാൻ ക്ലോറിനേഷൻ ചെയ്യുന്നു. ക്ലോറിനേഷൻ ഒരു ആരോഗ്യപരമാണോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈക്വളി കോളിഫോമിനെ റിമൂവ് ചെയ്യാൻ വേറെ എന്താണ് നമുക്കൊരു മാർഗ്ഗം എന്നുള്ളതോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് pH നമുക്ക് ഇൻക്രീസ് ചെയ്യണം, അതിന് നമ്മൾ ബൈകാർബണേഷൻ നടത്തുക, എല്ലാം ഒരു കെമിക്കൽ ഓൾട്ടറേഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു നാച്ചുറൽ ഓൾട്ടറേഷൻ നമുക്ക് എത്രത്തോളം സ്വായത്തമാക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും. പിന്നെ വേറെ കേരളം എത്രത്തോളം നമ്മുടെ കാങ്കൻ വാട്ടറിനെ, നമ്മുടെ ഈ ഇനാച്ചി കാങ്കൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രചാരണം നടക്കുന്നുണ്ട്, എനിക്കറിയാം, സോഷ്യൽ മീഡിയ വഴി. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. നേരിട്ട് ആളുകളിലേക്ക് എത്തുക, നേരിട്ട് നമ്മൾ സ്വയം അനുഭവിച്ച ശേഷം അത് പങ്കുവയ്ക്കുക.
എങ്ങനെയാണ് കേരളം ഇതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഇതിൻ്റെ ഒരു കസ്റ്റമേഴ്സ് ആണെന്ന് എനിക്ക് പ്രൈമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ഡെമോ കണ്ടിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ഞാൻ എന്താണോ കുടിക്കുന്നത് ആ വെള്ളത്തിൻ്റെ മൂല്യത്തെ എനിക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആരോഗ്യകരമല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്താണ് ആ അനുഭവം നമ്മുടെ ഇതിലെന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ചോദിച്ച പ്രകാരം കേരളത്തിൽ എത്രത്തോളം ഇതിൻ്റെ അക്സെപ്റ്റൻസ് വന്നു. സത്യത്തിൽ ഈ സാധനം ഒരു TV മാധ്യമങ്ങളിലൂടെ പരസ്യം നടത്തിയിട്ടുള്ളൊരു വിപണന രീതിയല്ല. ഇവർ 2003 മുതൽ US നിന്നും സ്റ്റാർട്ട് ചെയ്തത് ഡയറക്റ്റ് ഉപഭോക്താവിൽ കമ്പനി ടു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്രൊമോഷൻ. ഇടനിലക്കാരില്ല, പരിപൂർണമായിട്ടും ഇടനില പ്രചാരകരില്ല. ഒരു യൂസർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പ്രചരിപ്പിക്കാം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് ഒരു വിതരണമായിട്ടുള്ള ശൃംഖല ഇതിനകത്ത് ഇല്ല. പക്ഷെ ഇത് വിതരണം ചെയ്യപ്പെടുന്നത് ഉപഭോക്താവിലൂടെ, കസ്റ്റമർ തന്നെ വിതരണക്കാരായി മാറുക. യെസ്, അത് ഇതിൻ്റെ ഒരു ഏറ്റവും ഫലവത്തായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം, ഞാൻ 2019 ഈ ഒരു ഡിവൈസ് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് അറിഞ്ഞിട്ടും ഞാനൊരു ഡിവൈസ് വാങ്ങാൻ തീരുമാനിച്ചു 2019. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയത് 2003 മുതൽ ഈ 2024 ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ചിരിക്കുന്ന ഈ ഡേ വരെ ഒരു പ്രൈസ് ഹൈക്ക് വരാത്ത ഒരു അത്ഭുതമാണിത്. കാരണം നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മളെ സ്റ്റീല്, അതായത് ഏത് ഇൻഡസ്ട്രിയൽ മേക്കിംഗ് സാധനം, ഏത് സാധനം ഉൽപ്പന്നങ്ങൾ മുഴുവനും 40 ടൈംസ് ഒക്കെ പ്രൈസ് ഹൈക്ക് ചെയ്ത മാർക്കറ്റാണ്. പക്ഷേ 2003 മുതൽ ഇന്ന് വരെ ഈ ഡിവൈസിൻ്റെ മുകളിൽ ഒരു വിധത്തിലുള്ള പ്രൈസ് ഹൈക്കും നടന്നിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വിതരണ രീതി ഇങ്ങനെയായത് കാരണം ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമാണ് ഇതിനകത്ത് മാർക്കറ്റിങ്ങിലേക്ക് മാറ്റിവെക്കുന്നത്. ആ മാറ്റിവെക്കുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു എമൗണ്ടിൻ്റെ മുകളിൽ പ്രൈസ് ഹൈക്കിങ് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ കാരണം. പിന്നെ ഉപഭോക്താക്കൾ എത്രത്തോളം അവെയർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അവയർനെസ് ഇപ്പോൾ ഗണ്യമായി കൂടി വരുന്നുണ്ട്. 2019 ഞാൻ മേടിച്ച് ആ സമയത്തുള്ളതിനേക്കാളും ഒരുപാട് അവയർനെസ് ജനങ്ങളുടെ ഇടയിൽ പല പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ടും, ഒരു TV ആഡ് മാത്രമല്ലല്ലോ പ്രൊമോഷൻസ്. ഇപ്പോൾ കേരള കൗമുദി ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂക്കകത്ത് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു കേരള കൗമുദി പോലത്തെ മീഡിയാസ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ രൂപത്തിലല്ലാതെ ഒരു അവയർനെസ്സിൻ്റെ രൂപമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഒരുപാട് അവയർനെസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ വിതരണ രീതിയുടെ കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ട്രാൻസ്പെറൻ്റ് ആണ്. കാരണം ഒരു വിധത്തിലുള്ള ഹിഡൻ അജണ്ടകളുമില്ല. ഒരു ഉൽപ്പന്നം, ഒരു പർട്ടിക്കുലർ കമ്പനി നിർമ്മിക്കുന്ന ഉപകരണം കസ്റ്റമറിലേക്ക് എത്തുന്നത് ഒരു കൃത്യമായ തുകയിലാണ്. ആ തുകയിൽ നിന്നും ഒരു നോമിനേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു നാമമാത്രമായ ഒരു എമൗണ്ട് അവർ മാർക്കറ്റിംഗിൽ ഈ കൺസൾട്ടേഷൻ എന്ന് പറയുക യൂസർ ത്രൂ പ്രൊമോഷനിലേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളത് മാത്രം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഏതൊരാളും ഈ ഒരു ഡിവൈസിനെ ഈ സ്പേസിലല്ലാതെ ഈ ഇൻഫർമേഷൻ കേൾക്കുന്ന ഏതൊരാളും അവർക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഡെമോ പ്രസൻറ്റേഷൻ കാണണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ ക്ഷണിക്കുന്ന ഒരു ഡെമോയിലേക്കാണ് അല്ലേ? അതെ, ഒരു കുടിവെള്ളത്തിൻ്റെ. തീർച്ചയായിട്ടും എനിക്കൊരു ഡിമാൻഡ് പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ബിസിയുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അസോസിയേറ്റ്സിനോട് പറയാറ്, ഈ ഡെമോ അവർ കാണുക എന്നുള്ളതിലുപരി, നമുക്ക് വേണ്ടിയിട്ട് കാണുക എന്നുള്ളതിലുപരി അവർക്ക് വേണ്ടി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കംഫർട്ടായിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ടല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ, അപ്പോഴാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസിലേക്ക് ഞാൻ അടുത്തെത്തിയിട്ടുണ്ട്. അവർ മുഴുവനും തന്നെ എനിക്ക് വേണ്ടി 1 മണിക്കൂറോളം 1 മണിക്കൂറിലധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കസ്റ്റമറുമാണ്. തീർച്ചയായും എനിക്കറിയാം, പ്രമുഖ വ്യക്തികളുണ്ട്, നമ്മൾ പേര് പറയുന്നില്ല. അതെ, സിനിമാ താരങ്ങളുണ്ട്, കായിക താരങ്ങളുണ്ട് അല്ലേ? ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയിൽ, അതായത് നമ്മളെ ഔട്ട് ഓഫ് കേരളയിലുള്ള ഒരുപാട്, ഇപ്പോൾ കേരളത്തിൽ തന്നെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി നേരിട്ട് അറിയില്ലെങ്കിലും മമ്മൂക്ക ഇത് ഫ്രാൻസിൽ നിന്നിട്ട് മേടിച്ചെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. മോഹൻലാലിൻ്റെ ഡിവൈസ് കൊടുത്ത എൻ്റെ ഒരു അസോസിയേറ്റ് ആണ്. അതേപോലെ നമ്മളെ ബോബി ചെമ്മണ്ണൂരിനെ ഡിവൈസ് കൊടുത്ത ഞാനാണ്. ലക്ഷദ്വീപ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൗദാബി എന്ന് പറയുന്ന നമ്മുടെ ലക്ഷദ്വീപ് മെഡിക്കൽ ഡയറക്ടർക്ക് ഞാനാണ് ഡിവൈസ് പ്രൊമോട്ട് ചെയ്ത്.
പിന്നെ അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ രവിശങ്കർ ഗുരുജിക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ് ഡിവൈസ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ വിഷയം വെച്ചാൽ ഇത് ആധികാരികമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് നമ്മൾ അവിടെ ഇവിടെ കേട്ടിട്ട് ഈ കാര്യം ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിഡിക്ഷൻ അല്ല, നമുക്കൊരു എന്താ പറയുക ഒരു തീരുമാനത്തിൽ എത്താൻ ഒരിക്കലും പറ്റില്ല. ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് പ്രേമേട്ടനിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഏത് നമ്പറിൽ ബന്ധപ്പെടണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അത് ഒരു കമ്പനി അവർ വേണമെങ്കിൽ ഈ ഡിവൈസിന് കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ സംസാരിച്ചുകൊണ്ട് ഒരു വൾഗർ മോഡിലേക്ക് എത്താൻ താല്പര്യം. എന്താ കാര്യം അറിയാം, അത് ഇതിനകത്ത് നമുക്കറിയാലോ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഡിവൈസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ എവിടെ നിന്നാണ് കോംപ്രമൈസ് ചെയ്ത് കിട്ടുക എന്നാണ് നോക്കുക. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ചൈന, കൊറിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇത് ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ 100% മെഡിക്കൽ സ്റ്റാൻഡേർഡ് ISO 13485 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താ പറയുക സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രേമേട്ട എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി. കാരണം ആളുകൾ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്ന ഒരു ഒറ്റ ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്യാണ്. അതിൽ പല കമ്പനികൾ കാണാം, ഒത്തിരി കമ്പനികൾ ഒരു 50,000 രൂപ വരെയുള്ള വിലയ്ക്കുള്ള ഇത് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അത് ഗുണത്തിലേറെ ദോഷം സംഭവിക്കും. അപ്പോൾ അവിടെയാണ് ഇത് ഒന്നും കൂടി അവയർനെസ് കൃത്യമായി, അവിടെയാണ് ആർക്കെ പറഞ്ഞ പ്രകാരം ജനങ്ങൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതിലുപരി ഏത് ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം ഹയർ അതോറിറ്റികൾ വരെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയാണ്. ഗുണത്തിലേറെ നമുക്ക് ബാക്ക് ഫയർ ചെയ്യുന്ന കുറച്ച് റിസൾട്ടുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു മെറ്റൽ പോയിസൺ വരെ വരാം. നമ്മൾ ഉപയോഗിക്കുന്ന അതിനകത്തുള്ള കോമ്പണന്റ് കറക്റ്റ് അല്ലെങ്കിൽ മെറ്റൽ പോയിസൺ വരെ വരാം. മെറ്റൽ പോയിസൺ വന്ന് സ്റ്റൊമക്കിലേക്ക് അത് ബാധിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അപ്രൂവൽ ഉള്ളത് ലോകത്തെ എനാജിക് എങ്കണാണ്. അത് സിംപ്ലി www.enagic.com വൺസ് അഗെയിൻ www.enagic.com എന്ന് പറയുന്ന കമ്പനിയുടെ സ്വന്തം വെബ്സൈറ്റ് പോയാൽ കൃത്യമായിട്ട് നമ്മൾ ഓപ്പൺ ഗൂഗിളിൽ അടിച്ചാൽ ഇതെല്ലാം നമ്മൾ, അതായത് ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ മിസ്ഗൈഡ് ചെയ്യുക എന്നുള്ള. പ്രേമേട്ടൻ്റെ നമ്പർ ഒന്ന് എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ നമ്പർ, പേഴ്സണൽ നമ്പർ വിളിക്കാം 8545151376 8547151376. തീർച്ചയായിട്ടും ഈ നമ്പർ നമ്മുടെ പ്രേംകുമാർ എന്നാണ് പേര്. ഏത് കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു യൂസർ ആകുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. മലപ്പുറം കോട്ടക്കൽ എവിടെ വീട്? എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2019 മുതൽ ഞാൻ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആധികാരികമായിട്ട് പഠിക്കാനിരുന്നതിന് ശേഷം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് ലോകത്തെ നമ്പർ 1 ആണ്. ഇതിൻ്റെ മേലെ ചലഞ്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്നുള്ളതും ആ ഒറ്റ കാരണം കൊണ്ട് ഞാനൊരു നീണ്ട യാത്ര നടത്തി. അത് ലാലേട്ടൻ്റെ സിനിമയെ പറഞ്ഞില്ലേ സംഗീതം പഠിക്കാൻ, ഞാനതുപോലെ കുറേ ഒരു പുലിമടയിൽ എത്തി എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഞാനും ഇത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷേ മറ്റുള്ളൊരാൾക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നമ്മൾ ഹൈലി എക്സ്പെൻസീവായിട്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ യാത്ര ചെയ്യുകയും അതെ, നമ്മൾ കുറേ ഈവൻറ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ യൂസേഴ്സ്, അതായത് 17 കൊല്ലമായിട്ട് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പം ചിന്തിച്ചു നോക്കൂ, അപ്പം അത്രയും നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അതിനകത്ത് ശരിക്കും ഞാൻ ഈ ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയാം. നമുക്കൊരു ഉൽപ്പന്നം വാങ്ങി, ഇപ്പോൾ ഈവൻ നമ്മൾ കാറ് മേടിച്ചാൽ പീരിയോഡിക്കൽ സർവീസ് നടത്തി അത് സർവീസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഈ ഇൻഷുറൻസ് അടച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻ. ഇതിനകത്ത് ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത്. കോമ്പറ്റീറ്റേഴ്സിനെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏതൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു മിനിമം നോളജ് വേണം. ഏത് സാധനം നമ്മൾ കൺസ്യൂം, ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്ര നോക്കണമെന്നില്ല. ഒരു റെഫ്രിജറേറ്റർ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇത് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ, അതായത് സ്റ്റൊമക്കിലേക്ക് പോകുന്ന പ്രൈം ഫ്ലൂയിഡ് ആണ് വാട്ടർ. കുടിവെള്ളം, ആ ജീവവെള്ളം എന്നൊക്കെ പറയില്ല. അതുപോലെ 2/3 ഭാഗം വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിന് പരിഗണിക്കാനുള്ള നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാം. പിന്നെ ഇതൊരു വിപണന രീതി, ചില ആളുകൾക്ക് ഇതിൻ്റെ വിതരണാവകാശം ആവശ്യമുണ്ടെങ്കിൽ വളരെ സിമ്പിളാണത്. കമ്പനി ഒരു വിധത്തിലുള്ള എന്താ പറയുക ഹിഡൻ ലോഡിങ്ങും ഇല്ല, ഒരു ഹെഡ് ഓവർ ഇല്ല, ഒരു ഹെഡേക്ക് ഇല്ല, ഒരു ഫിനാൻഷ്യൽ ക്രാക്ക് ഇല്ല, ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, നത്തിങ് ഇൻ ഹിയർ. നല്ലൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാം വേണമെങ്കിൽ. വലിയ ടീം തന്നെ ഉണ്ട് കേരളത്തിൽ. അതായത് എന്നെ സംബന്ധിച്ച് വെച്ചാൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. ശരിയാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നോടത്താണ് ഇതിൻ്റെ ഒരു വിതരണത്തിൻ്റെ ഒരു സാധ്യത വരുന്നെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി അതല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും കാങ്കൻ വാട്ടർ, ഇനാജിക് കാങ്കൻ വാട്ടർ, അതിൻ്റെ നമുക്ക് സമയപരിമിതി ഉണ്ട്. എങ്കിൽ പോലും പ്രമേയം തന്നെ പറഞ്ഞ മാതിരി 3 മണിക്കൂർ സംസാരിച്ചാൽ ഇത് തീരാത്ത ഒരു വലിയൊരു വിഷയമാണത്. കാരണം നമ്മൾ കുടിവെള്ളമാണ്. എങ്കിലും ഈ പരിമിതമായ സമയത്തുകൂടെ തന്നെ പ്രേമേട്ടൻ വളരെ, കാരണം ഒരുപാട് യാത്ര നടത്തി അന്വേഷണാത്മകമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണം എന്താണ് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ അനുഭവസ്ഥനായ ഒരാളാണ്. ഒരു സാക്ഷ്യപത്രം പോലെ
ഈ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചത്. ഇത് കുടിവെള്ളം എന്ത് വെള്ളം കുടിക്കണം, എത്ര കുടിക്കണം, അത് ഏത് വെള്ളം കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്നുള്ള വലിയൊരു ശാസ്ത്രീയ അവബോധമാണ്. പക്ഷേ ഒരു ഡോക്ടറുടെ ക്ലാസ് പോലെ തന്നെ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പ്രേക്ഷകർ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. പ്രമേയത്തെ തേടി നമ്മുടെ കുടിവെള്ളം, നല്ല കുടിവെള്ളം തേടിയുള്ള ഒരു അന്വേഷണങ്ങൾ പ്രമേയത്തിലേക്ക് എത്തട്ടെ. ഈ ഓണക്കാലത്ത് കെങ്കൻ വാട്ടറിനും പ്രമേയത്തിനും കുടുംബത്തിനും ഞങ്ങളുടെ STVയുടെ എല്ലാവിധ ആശംസകളും. അവസാനമായിട്ട് പ്രമേയത്തിന് നമ്മുടെ പ്രേക്ഷകരോടും നമ്മുടെ കസ്റ്റമേഴ്സിനോടും എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ കെങ്കൻ വാട്ടർ എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. അതായത് കമ്പനിയുടെ ഒരു ക്യാപ്ഷൻ ടൈറ്റിൽ തന്നെ ചേഞ്ച് യുവർ വാട്ടർ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. അതായത് നിങ്ങൾ കുടിക്കുന്ന വെള്ളം മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണാശംസകളും കൂടി നടന്നുകൊണ്ട് എല്ലാവരും ഈ ഒരു കെങ്കൻ വാട്ടറിൻ്റെ ഭാഗമാകണം. ഈ കെങ്കൻ വാട്ടർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കെങ്കൻ വാട്ടറിൻ്റെ യൂസർ ആവണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.